ദി പീപ്പിൾസ് സോളിലേക്ക് ഏവർക്കും ഒന്നുകൂടി സ്വാഗതം. ഞാൻ അബ്ദുറഹ്മാൻ. നമുക്കറിയാം, ഇപ്പോഴത്തെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് വൻ വിജയമായി മാറി. LDF പല സ്ഥലങ്ങളിലും വിജയം കരഗതമാക്കി. UDF പ്രാതിനിധ്യമുള്ള സ്ഥലങ്ങളിൽ പോലും LDF വിജയിച്ച ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോ ഈ പുത്തപ്പള്ളി വാർഡിലേക്ക് ഇന്ന് സ്ഥാനാർത്ഥിയായി കടന്നു വന്ന സഖാവ് സലീം അദ്ദേഹത്തെ കൌൺസിലറായി സ്വീകരിക്കുന്ന ഒരു തിരക്കിലാണ് പുത്തമ്പള്ളി വാർഡ്. അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇലക്ഷന് മുമ്പ് വരെ പല ആളുകളും പല പാർട്ടികളിന് വേണ്ടി പ്രവർത്തിച്ചുവെങ്കിലും ഇന്ന് പുത്തമ്പള്ളിയുടെ ഒരു കൌൺസിലറായിട്ടാണ് സഖാവ് സലീം കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ പുത്തമ്പള്ളി വാർഡിലെ ജനങ്ങൾ ഇന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത് പള്ളിത്തെരുവിലെ ജനങ്ങൾ, പല കുടുംബങ്ങളും പള്ളിത്തെരുവിലെ ചില സന്നദ്ധ സംഘടനകളും സഖാവ് സലീമിനെ അഥവാ പുത്തമ്പള്ളി വാർഡിലെ കൌൺസിലറെ സ്വീകരിക്കുന്നതാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പീപ്പിൾ ന്യൂസ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ആഘോഷങ്ങളിലേക്കും ആളുകളുടെ വിശേഷങ്ങളിലേക്കും അവരുടെ എന്തുകൊണ്ടാണ് ഈ സ്വീകരണം ഇങ്ങനെ ഒരുക്കിയത് എന്നുള്ളത് നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കടന്നുപോകാം. ആ വിശേഷങ്ങൾ പീപ്പിൾ ന്യൂസുമായി പങ്കുവയ്ക്കാണ്. ഏവരെയും ഒന്നുകൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജുമാ മസ്ജിദിന് സമീപം കൌൺസിലറെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കമാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് സജ്ജീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്, ഇതിൽ ആരൊക്കെ പങ്കെടുക്കുന്നുള്ളത്. എന്തായാലും ഇവിടെ പുത്തമ്പള്ളി വാർഡിലെ കൌൺസിലർ സലീമിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണല്ലോ. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്? നമ്മള് പുത്തമ്പള്ളി വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. ഇവിടെ നല്ലൊരു കൌൺസിലറെയാണ് ഞങ്ങൾക്ക് ആവശ്യം. ഇപ്പൊ തീർച്ചയായിട്ടും നമ്മള് ജനവിധി നല്ലൊരു കൌൺസിലർ തന്നെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടി. ഇതിനു 5 വർഷത്തിന് മുന്നേ ഞങ്ങൾക്ക് ഈ കൌൺസിലറിലൂടെ ഉണ്ടായിരുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ആളാണ്. തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ വീണ്ടും വന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. പുത്തമ്പള്ളി വാർഡിന് പൊതുവെ എല്ലാവർക്കും വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അദ്ദേഹം വരുന്നത്. കാരണം ഇപ്പോ തെരഞ്ഞെടുപ്പ് വരെ നമ്മളെല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളായിരുന്നു. ഇപ്പോ തൽക്കാലം രാഷ്ട്രീയ പാർട്ടിയെല്ലാം മാറ്റിവെച്ചു പുത്തമ്പള്ളി കൌൺസിലറെയാണ് നമ്മളിപ്പോ. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങൾക്ക് പുത്തമ്പള്ളി കൌൺസിലറായിട്ട് സലീമിനെ കിട്ടിയതിൽ ഞങ്ങളെ ഈ പുത്തമ്പള്ളി വാർഡിലെ എല്ലാവരും കക്ഷി രാഷ്ട്രീയപരവും എല്ലാവരും വളരെയേറെ സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഒരുക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പുത്തമ്പള്ളി വാർഡിലെ ഒരു വലിയ കുടുംബമാണ് കുന്നിൽ കുടുംബം എന്ന് പറയുന്നത്. ഒരു ഫാമിലിയാണ് ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഫാമിലിയാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 165ഓളം വോട്ട് ഞങ്ങളുടെ ഈ കുടുംബത്തിൽ മാത്രമുണ്ട്. 165ഓളം വോട്ട് ഉണ്ടെങ്കിലും അത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതല്ല, അത് പല രാഷ്ട്രീയത്തിലും ഉള്ളവരാണ് ഞങ്ങളുടെ ഈ കുടുംബത്തിലുള്ളതെങ്കിലും ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഈ കൌൺസിലറെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോ പൊതുജനം എന്നതിന് ഉപരിയായിട്ട് ഒരു കുടുംബം തന്നെ അവർ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കമാണ്. തീർച്ചയായിട്ടും കുന്നിൽ കുടുംബം എന്ന് പറഞ്ഞൊരു കുടുംബമാണ് പുത്തമ്പള്ളി വാർഡിലെ ഒരു വലിയ കുടുംബമാണ് കുന്നിൽ കുടുംബം. ഇപ്പൊ ഈ നിൽക്കുന്നത് കുന്നിൽ കുടുംബത്തിലെ കുന്നിൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ യുവാക്കളും ബാക്കിയുള്ള മുതിർന്നവരും ചെറുപ്പക്കാരെല്ലാരും കൂടെ ചേർന്നിട്ടുള്ള കുന്നിൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാണ് ഇപ്പൊ ഈ ഇത് ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വരെ പലരും പല പാർട്ടികളെ വിശ്വസിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിച്ചവരാണ്. എന്നാൽ ഇപ്പോൾ വിജയം വന്നിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ പാർട്ടി എന്ന നിലയിലല്ല, മറിച്ച് പുത്തമ്പള്ളി വാർഡിന്റെ കൌൺസിലർ നിലയ്ക്കാണ് ഈ പള്ളിത്തെരുവ് ജുമാ മസ്ജിദിന് സമീപത്തുള്ള ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഈ ഒരുക്കങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാലും കൌൺസിലറെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണല്ലോ. ഏകദേശം എവിടെ മുതൽ തുടങ്ങിയിട്ടുണ്ടാവും ഈ ഒരു ജാഥ? ഇന്നലെ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് പൂന്തറ പുത്തമ്പള്ളിയിൽ അവിടെ നിന്ന് മസാൽ തെരുവ് വഴി കറങ്ങി 3 മണിക്ക് തുടങ്ങിയതാണ്. സ്വീകരണം പുത്തമ്പള്ളി വാർഡിന്റെ കൌൺസിലർക്ക് ഇപ്പോൾ സ്വീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പങ്കെടുത്തിരിക്കുകയാണ്. SDPIക്കാര്, കോൺഗ്രസുകാര്, BJPക്കാര്. ഇത് കൌൺസിലർ പുത്തമ്പള്ളി വാർഡിന്റെ കൌൺസിലറാണല്ലോ. അവിടെ രാഷ്ട്രീയങ്ങളില്ല. അവിടെ രാഷ്ട്രീയം കാരണം പുത്തമ്പള്ളി വാർഡിന്റെ ഒരു കൌൺസിലറാണ് വരുന്നത്. അവർക്കുള്ള സ്വീകരണം എല്ലാവരെയും അറിയുന്ന ഒരു കൌൺസിലറാണ്. അപ്പൊ എല്ലാ ബൂത്തുകളിലും അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ പാർട്ടിക്കാരും. പുത്തമ്പള്ളി വാർഡിലെ പുതിയ കൌൺസിലറെ സ്വീകരിക്കാൻ വേണ്ടി വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ഇവിടെ ഒരു സന്ദേശം അല്ലെങ്കിൽ അവർക്ക് ഒരു സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. ആപ്പിൾ കൊണ്ടുള്ള ഒരു ഹാരമാണ് ഇവിടെ ഒരു പ്രത്യേകമായ ഒരു വെറൈറ്റി ആയിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം ജ്യൂസ്, അലുവ, അങ്ങനെ പ്രത്യേക രീതിയിൽ ചെറിയ രീതിയിലാണെങ്കിലും തൊഴിലാളി യൂണിയനാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വളരെ ആവേശപൂർവ്വമാണ് എല്ലാവരും കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ജാതിമത ഭേദമനെ പുതിയ കൌൺസിലറെ അഥവാ പുത്തമ്പള്ളിയുടെ പുതിയ കൌൺസിലറെ സ്വീകരിക്കാൻ ഒരുക്കിയിട്ടുള്ളത്. നമുക്കിതിന്റെ ഒരുക്കങ്ങളും ഇതിന്റെ പ്രവർത്തനവും അവരോട് തന്നെ ചോദിക്കാം.
ഇതിപ്പോ ഞങ്ങള് വഴിയറ കച്ചവട തൊഴിലാളി യൂണിയന്റെ പ്രവർത്തകരാണ്. ഞങ്ങൾ ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ഉപജീവന മാർഗം നടക്കുന്നത്. LDFന്റെ പാർട്ടി സംഘടനയായ CITU വഴിയറ കച്ചവട തൊഴിലാളി യൂണിയൻ. അപ്പൊ ഞങ്ങൾക്ക് ഇത് കൊണ്ട് നേട്ടങ്ങളേ ഉള്ളൂ. ഞങ്ങളുടെ കച്ചവടമായിരുന്നാലും, അതായത് വഴിയറ കച്ചവടം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഈ നമ്മുടെ ഈ LDF സർക്കാർ വന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും കിട്ടുന്നുണ്ട്. ഒരു പ്രശ്നങ്ങളോ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു പ്രശ്നങ്ങളോ പോലീസിന്റെ അങ്ങനെ ഒന്നുമില്ലാതെ ഞങ്ങൾ സുഖമായിട്ട് ഇതിന്റെ കീഴിൽ ഞങ്ങൾ ജീവിച്ചു വരികയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കൗൺസിലിന് ഞങ്ങൾ സ്വീകരണം കൊടുക്കും. അതുകൊണ്ട് നിങ്ങളുടെ യൂണിയന്റെ ഭാഗമായി നിങ്ങളുടെ സ്വീകരണം കൊടുക്കും. വഴിയറ കച്ചവട തൊഴിലാളി യൂണിയൻ CITUയുടെ ഭാഗമായി ഞങ്ങളുടെ കൗൺസിലിന് സ്വീകരണം കൊടുക്കുന്നു. പുതിയ കൗൺസിലറെ സ്വീകരിക്കുന്ന സന്തോഷത്തിലാണ് പള്ളിത്തെരുവ് നിവാസികൾ. പുത്തമ്പള്ളി വാർഡിലെ വോട്ടർമാർ പ്രതീക്ഷയോടുകൂടിയാണ് കൗൺസിലറെ ഇപ്പോഴും വരവേൽക്കുന്നത്. തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തീകരിക്കാൻ വേണ്ടി, പുത്തമ്പള്ളി വാർഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി, തന്ന വാഗ്ദാനങ്ങൾ പുലർത്തുന്നതിന് വേണ്ടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അവർ. കൗൺസിലറുടെ വരവിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള വരവ് ആഘോഷിക്കുകയാണ് പുത്തമ്പള്ളി നിവാസികളായ പള്ളിത്തെരുവ് നിവാസികൾ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നുള്ള നിർദ്ദേശം നിയമപാലകരും പ്രവർത്തകരും പരമാവധി അണികൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇല്ല, ഞങ്ങൾ അനുവദിക്കില്ല. പുത്തൻപള്ളിയുടെ മണ്ണിൽ ഒരു വർഗീയ ശക്തികളെയും കാണാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച പ്രബുദ്ധരായ ഡോക്ടർമാരെ വിശ്വാസം. പക്ഷേ നിയമപാലകരുടെ നിർദ്ദേശങ്ങൾ, നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ അണികൾക്ക് സാധിച്ചുവോ എന്നുള്ളത് സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. സാമൂഹ്യ അകലം പാലിക്കുന്നത്, മാസ്ക് ധരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ്. സുരക്ഷാ സംവിധാനങ്ങൾ നാം തന്നെയാണ് തീർക്കേണ്ടത്. ആഘോഷങ്ങൾ അമിതമാകരുത്. അത് മതിമറന്നുകൊണ്ട് നമ്മുടെ സുരക്ഷയ്ക്ക് ഭേദമാകുന്ന അല്ലെങ്കിൽ ഹാനികരമാകുന്ന അവസ്ഥയിലേക്ക് പോകരുത് എന്നാണ് പീപ്പിൾ ന്യൂസിനും പറയുവാനുള്ളത്. സന്തോഷത്തിൽ പീപ്പിൾ ന്യൂസും പങ്കാളിയാകുന്നു. പുതിയ കൗൺസിലറെ പീപ്പിൾ ന്യൂസും വരവേൽക്കുന്നു സന്തോഷത്തോടുകൂടി. പുത്തമ്പള്ളി വാർഡിന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് തന്നെയാണ് ജനങ്ങളുടെ പ്രതീക്ഷ. തുടങ്ങിവെച്ച പുരോഗമനങ്ങൾ, തുടങ്ങിവെച്ച പുരോഗതികൾ, നാടിന്റെ സേവനങ്ങൾ പൂർത്തീകരിക്കാൻ സഖാവ് സലീമിന് സാധിക്കുമെന്ന് തന്നെയാണ് വോട്ടർമാർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയാണ് അവരെ ഈ രീതിയിൽ സഖാവിനെ കൊണ്ടെത്തിച്ചത്. നമുക്കും കാത്തിരുന്ന് കാണാം. ഇന്നലെ SM ബ്ലോക്കിലും മറ്റുള്ള പ്രദേശങ്ങളിലും പല പ്രതിനിധികളെയും സ്വീകരിച്ചത് നമ്മൾ ലൈവിലൂടെ പീപ്പിൾ ന്യൂസിലൂടെ കണ്ടതാണ്. ഇന്നിപ്പോ നിങ്ങൾ കണ്ടത് പള്ളിത്തെരുവിലെ ജനങ്ങൾ കൌൺസിലറെ സ്വീകരിച്ച രീതിയാണ്. അതിലെ ആഘോഷത്തിലാണ് LDFന്റെ പ്രവർത്തകമെല്ലാം. പക്ഷെ അവിടെ നമുക്ക് പറയാനുള്ളത് ആഘോഷം അതിര് കടക്കരുത് എന്നതാണ്, അമിതമായി ആഹ്ലാദിക്കരുത് എന്നുള്ളതാണ്. പരാജയപ്പെട്ടവരെ ഒരിക്കലും അപമാനിക്കുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിക്കരുത് എന്ന് തന്നെയാണ് പീപ്പിൾ ന്യൂസിന് പ്രേക്ഷകരോടും അതോടൊപ്പം ഇതിന്റെ അനുഭാവികളോടും ഏത് പാർട്ടിയുടെ ആളുകളോടും പറയാനുള്ളത്. അമിതമായി ആഹ്ലാദിക്കുമ്പോൾ പരാജയപ്പെട്ട ആളുകളെ നമ്മൾ അപഹസിക്കുമ്പോൾ പരിഹസിക്കുമ്പോൾ എല്ലാവർക്കും ആത്മാഭിമാനമുള്ളതാണ്. അത് മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും എന്നതും കൂടി ഇത്തരത്തിൽ ഓർക്കുകയാണ്. എന്നാലും സന്തോഷം, ആഘോഷം എല്ലാവർക്കും ഉണ്ടാകും. അത് അതിന് കടക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇന്ന് ഇവിടെ നമ്മൾ കണ്ടതുപോലെ പല സ്വീകരണങ്ങളും അവര് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു കൌൺസിലർ എന്ന നിലയ്ക്ക്, ഒരു പാർട്ടിയെ നോക്കിയല്ല, ഒരു LDF പ്രതിനിധി എന്നല്ല, മറിച്ച് നമ്മുടെ സേവനങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ സേവനം അല്ലെങ്കിൽ നമ്മുടെ പുത്തമ്പള്ളി വാർഡിന്റെ സേവനം നടത്തി തരാൻ കഴിവുള്ള ഒരു വ്യക്തിത്വം എന്ന നിലയ്ക്കാണ് സഖാവ് സലീമിനെ അവർ സ്വീകരിച്ചത്. ആ സ്വീകരണ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ആഘോഷങ്ങൾക്കപ്പുറം നമ്മുടെ പറഞ്ഞ ഒരു കൌൺസിലർ എന്ന നിലയ്ക്ക് അദ്ദേഹം നിർവഹിക്കേണ്ട ബാധ്യതകൾ അദ്ദേഹത്തെ എപ്പോഴും ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അദ്ദേഹം നിർവഹിക്കും. ഒരുപാട് പ്രവർത്തനങ്ങൾ, ജനസേവനങ്ങൾ, നാടിന്റെ വികസനങ്ങൾ നടത്തിയിട്ടുള്ള അദ്ദേഹം ഇനിയും ഒരുപാട് വികസനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പീപ്പിൾ ന്യൂസുമായിട്ടും പങ്കുവച്ചത് നമ്മൾ കണ്ടത്. ഡ്രെയിനേജ് സംവിധാനം,
കുട്ടികൾക്ക് വേണ്ടി ഒരു കളിസ്ഥലം, അതോടൊപ്പം മാലിന്യ സംസ്കരണം, പാർവതിപുത്രയുടെ ശുചീകരണം, അതേപോലെ ഹെൽത്ത് സെന്റർ, ഹോസ്പിറ്റലിൽ അല്പം കൂടെ സ്പെഷ്യാലിറ്റി വർക്കൌട്ട് ചെയ്യുന്ന രീതിയിലുള്ള വികസനങ്ങൾ, ഇതൊക്കെ അദ്ദേഹം പീപ്പിൾസിനോട് പങ്കുവച്ചതാണ്. അതെല്ലാം അദ്ദേഹം പ്രാവർത്തികമാക്കുമെന്ന് തന്നെയാണ് പീപ്പിൾസ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ബൈ.